നമസ്കാരം. ഒരു കാലത്ത് നമ്മൾ മെഷീനുകളോട് പറഞ്ഞു ഇത് ചെയ്യൂ എന്നാണ്. ഇന്ന് മെഷീനുകൾ നമ്മളോട് ചോദിക്കുന്നു ഇനി എന്ത് ചെയ്യണം. ഒരു ചെറിയ AI നമ്മുടെ ജോലി എളുപ്പമാക്കി. നാളെ വരാനിരിക്കുന്നത് AGI നമ്മളെപ്പോലെ ചിന്തിക്കാൻ തുടങ്ങും. അതിനുശേഷമുള്ള ASI നമ്മളെക്കാൾ കൂടുതലായി മനസ്സിലാക്കും. നമ്മൾ പോലും കാണാത്ത ലോകങ്ങൾ കാണും. പക്ഷെ അതിനുശേഷം എന്ത്? മനുഷ്യനും മെഷീനും ചേർന്ന് പുതിയ ഒരു ബുദ്ധി ജനിക്കുമോ? അല്ലെങ്കിൽ നമ്മൾ തന്നെ മാറിപ്പോകുമോ? ഇത് ടെക്നോളജിയുടെ കഥ മാത്രമല്ല, ഇത് നമ്മുടെ ഭാവിയുടെ കഥയാണ്. ഇനി നമുക്ക് ഇത് ലളിതമായി മനസ്സിലാക്കാം. ആദ്യം AI എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നമ്മൾ ഇന്നേക്ക് ഉപയോഗിക്കുന്ന AI എന്താണ്? ഗൂഗിൾ മാപ്സ് വഴി കണ്ടെത്തൽ, യൂട്യൂബ് നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ സജസ്റ്റ് ചെയ്യൽ, ChatGPT പോലുള്ള ചാറ്റ് ബോട്ട്സ്, ഇവയെല്ലാം AI ആണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവയ്ക്ക് ഒരു സ്പെസിഫിക് ജോലി മാത്രം വളരെ നന്നായി ചെയ്യാൻ കഴിയും. ഇത് മനുഷ്യനെ പോലെ എല്ലാം ചിന്തിക്കില്ല. ഇതാണ് നാരോ AI. അടുത്തതായി വരുന്നത് AGI, ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ്. ഇത് ഇനിയും പൂർണ്ണമായി വന്നിട്ടില്ല, പക്ഷെ വരാനിരിക്കുന്ന കാലം ഇതാണ്. AGI എന്നത് ഒരു മനുഷ്യനെ പോലെ പഠിക്കാനും മനസ്സിലാക്കാനും വിവിധ കാര്യങ്ങൾ ചെയ്യാനും കഴിയുന്ന ബുദ്ധി. ഒരു ദിവസം ഒരു സിസ്റ്റം തന്നെ ടീച്ചറായും ഡോക്ടറായും എഞ്ചിനീയറായും മാറാം. ഇത് ഹ്യൂമൻ ലെവൽ ഇൻ്റലിജൻസ്. ഇനി ASI, അതായത് ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ്. ഇവിടെ നിന്നാണ് കാര്യങ്ങൾ മാറുന്നത്. ASI എന്നത് മനുഷ്യരെക്കാൾ എല്ലാ കാര്യങ്ങളിലും മികച്ച ബുദ്ധി. നമ്മൾ വർഷങ്ങളായി സോൾവ് ചെയ്യാത്ത പ്രശ്നങ്ങൾ ഇത് കുറച്ച് നിമിഷങ്ങളിൽ തന്നെ സോൾവ് ചെയ്യും. പുതിയ ഡിസ്കവറീസ്, പുതിയ ടെക്നോളജീസ് ഇത് തന്നെ സൃഷ്ടിക്കും. ഇത് മനുഷ്യനെ മറികടക്കുന്ന ബുദ്ധി. പിന്നെ നെക്സ്റ്റ് എന്താണ്? ഇതാണ് ഏറ്റവും വലിയ ചോദ്യം. ചിലർ പറയുന്നു മനുഷ്യനും AIയും ചേർന്ന് ഒരു പുതിയ ഹൈബ്രിഡ് ഇൻ്റലിജൻസ് ഉണ്ടാകും. ചിലർ പറയുന്നു AI തന്നെ സെൽഫ് അവെയർ ആയി മാറും. മറ്റു ചിലർ പറയുന്നു ഒരു സിംഗുലാരിറ്റി പോയിന്റ് എത്തുമ്പോൾ ലോകം തന്നെ പൂർണ്ണമായി മാറും. ഒടുവിൽ എല്ലാം കൂടി ചുരുക്കത്തിൽ മനസ്സിലാക്കിയാൽ AI നമ്മളെ സഹായിക്കുന്നു, AGI നമ്മളെപ്പോലെ ആയിരിക്കും, ASI നമ്മളെ മറികടക്കും. പക്ഷേ നെക്സ്റ്റ്, അത് നമ്മൾ തീരുമാനിക്കുന്ന ഭാവിയാണ്. നമ്മൾ ടെക്നോളജി ഉപയോഗിക്കുമോ അല്ലെങ്കിൽ ടെക്നോളജി നമ്മളെ ഉപയോഗിക്കുമോ? ഇത് മനസ്സിലാക്കുന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.